ഒരിക്കൽ കൂടി വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ആ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനമായിരിക്കുകയാണ്. പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ തോക്കുകൾ സ്ഥലത്തേക്ക് എത്തിക്കും. മൂന്നാമത്തെ കുങ്കിയാനയായ ഭരതനെ കൂടി അല്പസമയം മുൻപാണ് അവിടേക്ക് എത്തിച്ചത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, എന്താണ് പുതിയ ആക്ഷൻ പ്ലാൻ? ആര്യ, ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഒരു വിവരമെന്ന് പറയുന്നത്, നേരത്തെ ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഒരു പുതിയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനുള്ള ഒരു യോഗമൊക്കെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ഏത് വിധേനയും കടുവയെ കണ്ടാൽ ഉടനെ വെടിവെച്ചു കൊല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ആക്ഷൻ പ്ലാനിൽ അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം, ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നു. നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ടീമിനെ, ഒരു പുതിയ ടീമിനെ ഒരു സംഘങ്ങളാക്കി തിരിച്ച് ഈ പ്രദേശത്തേക്ക് വിവിധ മേഖലകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിൽ തന്നെ അരുൺ സക്കറിയ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തറാട്ടിൽ എന്ന ഭാഗത്ത് വെച്ചാണ് കടുവ ഇത്തരത്തിൽ RRT അംഗത്തെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യമുണ്ട്, കടുവയുണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ ചെറിയ രീതിയിലേക്ക് അതിൻ്റെ ആരോഗ്യവാനായ കടുവയാണ്, ആ രീതിയിൽ ഒരു പക്ഷെ അതിൻ്റെ സഞ്ചാരപഥം മാറ്റിയാൽ പോലും ആ രീതിയിൽ ലൊക്കേറ്റ് ചെയ്ത് കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് ദൗത്യ സംഘം എത്തിയിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അതിനായിട്ട് തോക്കുകൾ ഉൾപ്പെടെയുള്ള കുറച്ചധികം ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനും ഇപ്പോൾ ദൗത്യ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുങ്കിയാനകളെയും 3ഓളം കുങ്കിയാനകളെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ തിരച്ചിലിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കുങ്കിയാനകൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ദൗത്യ സംഘം കൂടുതൽ ഊർജ്ജസ്വലമായി അതിനെ ഏതു വിധേനയും ഒരു പക്ഷേ ഇന്നോ നാളെയോ, ഇന്നല്ലെങ്കിൽ നാളെ വെടിവെക്കാം, അതല്ലെങ്കിൽ പിടികൂടാം എന്നുള്ള കാര്യമാണ് അവർ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ ഈ പറയുന്ന ഈ കടുവയെ സ്പോട്ട് ചെയ്ത് തടാട്ട് ഭാഗത്തേക്ക് പോയോ? വ്യക്തമായില്ല ആര്യ. ഈ ഡോക്ടർ അരുൺ സക്കറിയും ടീമും ഇപ്പോൾ എവിടെയാണുള്ളത്? ബേസ് ഓഫീസിൽ നിന്ന് ഈ തടാട്ട് ഭാഗത്തേക്ക് പോയോ? ബേസ് ക്യാമ്പിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അല്പസമയം കഴിഞ്ഞാൽ വനം മന്ത്രി AK ശശീന്ദ്രൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ് വിവരം. കളക്ടറേറ്റിലെ എല്ലാ യോഗങ്ങളും എല്ലാ നടപടികളും കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ്. ഒരു പക്ഷെ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കാം ഇത്തരത്തിലൊരു ദൗത്യവുമായി മുന്നോട്ട് പോകുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നൊരു പക്ഷേ ഇന്നോ നാളെയോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ആ രീതിയിൽ കടുവയെ കണ്ടെത്തി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പിടികൂടാം, അതല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്താം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവെക്കുന്നത്. വനമന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്.